ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മൾ ഇതേപോലെ ചൂല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായി പൊടി തൊഴിയും അല്ലേ. അപ്പോൾ അത് പൊടി തൊഴിയുന്നത് നമുക്ക് ഒഴിവാക്കി എടുക്കാനോ ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി അതൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം പൊടി തൊഴിയും. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് എപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ കുറച്ച് പൊടി തൊഴിയുന്നത് സാധാരണയാണ്. അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ സാധാരണ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാറുണ്ട്, മതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഈ ബ്രഷ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവല്ലോ. നമ്മൾ വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷർട്ടിലൊക്കെ ചെയ്യുന്ന ബ്രഷ്, അതെ വാഷിംഗ് ബ്രഷ്. അപ്പോൾ ഇത് ഇതുകൊണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ പൊടികളൊക്കെ പുറത്തേക്ക് പോയി പോകും. നന്നായി പോയി. ഇനി നമുക്കിത് ചൂല് തിരിച്ചു വെക്കുക. ഇതുപോലെ തിരിച്ചു വെച്ചിട്ടും ഇതുപോലെ ഒന്ന് കോംബ് ചെയ്തെടുക്കാം കേട്ടോ. വേണ്ട, ജസ്റ്റ് എടുക്കുന്ന ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചൂലിലുള്ള പൊടിയൊക്കെ നമുക്ക് അത്യാവശ്യം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുന്നത്, നമ്മുടെ ചൂലിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് എപ്പോഴും നമുക്ക് ഇതുപോലെ ഓരോ ഇതളുകളായി പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തുതരാം. അതിനായി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അത്യാവശ്യം നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കതൊന്ന് റോൾ ചെയ്യാം. ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അയൺ ബോക്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് ഞാൻ. ഇനി ഇത് ഓഫ് ചെയ്യാം. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചൂലിലൊന്ന് വെച്ച് കൊടുക്കുക, പ്രത്യേകിച്ച് ആ പേപ്പർ വെച്ച ഭാഗത്ത്. ഇതിങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് നന്നായി ഒന്ന് ചൂലിൽ ഒട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു പിടുത്തം വരുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇത് ജസ്റ്റ് ഞാൻ സെല്ലോ ടേപ്പിൻ്റെ ജസ്റ്റ് ആ ഒരു ജോയിൻ്റ് ഒന്ന് ലോക്ക് ചെയ്തതാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചൂട് വെക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ അമർന്ന് നിന്നോളൂ. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനത് പിടിച്ചിട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പർ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനത് അധികം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാത്തത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഉണ്ടോ? ഇനി ഇത് നമുക്ക് കടലാസൊന്ന് മെല്ലെ ഒന്ന് നമുക്ക് അടർത്തിയെടുക്കാം കേട്ടോ. കടലാസിന് ഇപ്പം പതിയെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ഒരു കരി പോലും നമുക്ക് ഇതിൽ നിന്ന് അടർന്നു പോവില്ല കേട്ടോ. അപ്പോൾ അത് കണ്ട ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചൂലിന് കൂടുതൽ കാലം ഇതോടുകൂടി ഈ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് നിലനിൽക്കും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക.